ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, റീഡിംഗ് കാണുക, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ബ്ലെസ്സിങ്സിനെ കാർഡ്സ് മെയിൻ ചെയ്യാണ്. ആദ്യത്തെ കാർഡ് 7 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങളോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്കൊരു പ്രോഗ്രസ് വരികയാണ്. അനുയോജ്യമായ സമയത്ത് നിങ്ങളിലേക്ക് അബണ്ടൻസ് വരികയാണ്. അതിനുള്ള സമയമായി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. വിതച്ചത് കൊയ്യും എന്ന് പറയില്ലേ, അതുപോലെ നിങ്ങൾ ചെയ്യുന്നൊരു പ്രവൃത്തിയിൽ നിങ്ങൾക്ക് പ്രോഗ്രസ് ആണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങൾ നേടിയെടുക്കാൻ പോവാണ്. അത് നേടിയെടുക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആത്മസംതൃപ്തി, ആ ഒരു സന്തോഷത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇപ്പോൾ റീഡിംഗ് കാണുമ്പോൾ നമുക്കറിയാം നമ്മളിലേക്ക് ഒരു പ്രോഗ്രസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് തൊട്ട് മുൻപ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എനിക്ക് തന്നിട്ടില്ല ഈ ഒരു പ്രോഗ്രസ്സിന്, അബണ്ടൻസിന് താങ്ക് യു യൂണിവേഴ്സ്. ആദ്യം തന്നെ യൂണിവേഴ്സ് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനാണ്. നിങ്ങളിലെ റിഫ്ലക്ഷനെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു, ഒരു യാത്രയും കാണിച്ചു തരുന്നു. 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന സന്തോഷ നിമിഷത്തെ, ജേണിയെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. റൈറ്റ് ഡയറക്ഷൻ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് സക്സസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു, ആക്ഷനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. കിങ്ങിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഉറച്ച തീരുമാനമാണ് കാണിക്കുന്നത്, ഉറച്ച നിലപാടാണ് കാണിക്കുന്നത്. നാച്ചുറൽ ആയിട്ടുള്ളൊരു ബോൺ ലീഡറാണ് നിങ്ങളെന്ന് പറയുന്നു. നേതൃത്വം കൊടുക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണെന്ന് പറയുന്നു. നിങ്ങളിലേക്ക് വരുന്ന സക്സസിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഫയർ എന്ന നിങ്ങളുടെ എനർജിയാണ്. ഇവിടെ നിങ്ങൾ അത്രയേറെ ബോൾഡായി മാറിക്കഴിഞ്ഞു. നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി വരുന്നു. ആ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ആക്ഷൻ എടുക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രാപ്തയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ ബ്രൈറ്റ് ലൈറ്റ് തന്നെയാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇവിടെ അനുയോജ്യമായ സമയം തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച വേദനകൾക്ക് ശമനമായി എന്നാണ് പറയുന്നത്. 10 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. നിങ്ങളിലെ വേദനകൾ ഉണ്ടാകുന്നു, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സ്റ്റെബിലിറ്റി വരുന്നു എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഓപ്പർച്യൂണിറ്റി, ഹോപ്പ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിലാണ് വിശ്വസിക്കേണ്ടത്. ഒരു കാര്യം കൂടി ചെയ്യണം. നിങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് പറയണം. അതുപോലെ തന്നെ മറ്റുള്ളവരാൽ നിങ്ങൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ചു എന്ന് പറയണം. ഹീലിംഗ് തന്നെയാണ് ഇവിടെ ആവശ്യം. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാവണമെങ്കിൽ, സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമ്മൾ യൂണിവേഴ്സിന്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ ആരോടും ദേഷ്യവും വൈരാഗ്യവും പാടില്ല എന്നാണ് അല്ലേ. അങ്ങനെയുള്ളവർക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു, നിങ്ങളുടെ വേദനകൾ ഇല്ലാതാകുന്നു എന്നാണ്. നെക്സ്റ്റ് കാർഡ് 7 ഓഫ് വാൻസിന്റെ എനർജിയാണ്. നിങ്ങളുടെ ചലഞ്ചിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. പാസ്റ്റിൽ ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള, നേരിട്ടിട്ടുള്ള വേദനകളുണ്ട്. ആ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. ചുറ്റുപാടുമുള്ള വ്യക്തികളൊക്കെ ഇങ്ങനെ വേദനിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടൊക്കെ വേദനിപ്പിക്കില്ലേ, അങ്ങനെ വേദനിച്ചിട്ടുന്ന നിങ്ങളുടെ മനസ്സിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. ഇപ്പോൾ നിംസ് ഹീലിംഗ് ചെയ്യണമെന്ന് പറയുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വേദന നിൽക്കുന്നുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് വരണമെങ്കിൽ എന്താണ് വേണ്ടത്? നിങ്ങളെ തന്നെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. അതെങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുക? അതായത് നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യം വൈരാഗ്യം വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ടില്ല പോസിറ്റീവ് എനർജി നമ്മളിൽ നഷ്ടമാവും. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി തന്നെ ആ ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഒരു സേഫ്റ്റി നോക്കാം, നമ്മളുടെ പ്രൊട്ടക്ഷൻ നോക്കാം. അത് ഒരു നാശത്തിലേക്ക് എത്തരുത്. ചലഞ്ച് ചെയ്യുമ്പോഴേ മത്സരിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് ചില വ്യക്തികളോട്. വേദനിപ്പിച്ച വ്യക്തികളാവാം, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അത് ആവശ്യമില്ല. നമുക്ക് കുറച്ച് ഐഡിയാസ് നമ്മളിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ജീവിതം ഇതുവരെ എന്തായിരുന്നു, ഇനി എങ്ങനെ ആവണം, അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളുടെ ഉയർച്ചയിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ഇപ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. ചുറ്റുമുള്ള നെഗറ്റീവ് ചെയ്യുന്നവർ അത് ചെയ്തു പോകട്ടെ. ഓക്കെ,
നമ്മൾ നമ്മളല്ല തെറ്റ് ചെയ്യുന്നത്, അവരല്ലേ തെറ്റ് ചെയ്യുന്നത്. അതിനുള്ള ആ ഒരു ഫലം അവർ അനുഭവിച്ചോളും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കാണ് ദോഷം വരിക കേട്ടോ. ഓക്കെ, നമ്മുടെ ഉയർച്ചകളിലേക്ക് തടസ്സം വരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് സോട്ട്സിൻ്റെ എനർജി പറയുന്നു, തോട്ട് ലീഡറെ പോലെ ചിന്തിക്കാൻ പറയാണ്. നിങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നത്, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ടാവണം. എക്സലൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റർ ആണ് നിങ്ങൾ. വൈസ് ലീഡറെ പോലെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, നിങ്ങൾക്ക് നെഗറ്റീവ് ചെയ്യുന്നവരുണ്ട്, അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ അവരെന്തൊക്കെ ചെയ്താലും സത്യത്തിൽ നീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. സീക്കിംഗ് ട്രൂത്ത് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്, ബീയിങ് ഡയറക്റ്റ് എന്നാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്, നല്ല രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, സത്യത്തിലും നീതിയിലും മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ എന്ത് തന്നെ ആയാലും ശത്രുത ഉണ്ടാവാം, അത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ മുൻകരുതൽ സ്വീകരിക്കണം. ഒരു ചുവടും എടുത്തു വെക്കുമ്പോൾ, ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണമെന്ന് പറയാണ്. തോട്ട് ലീഡറെ പോലെ ചിന്തിച്ചുകൊണ്ട് വേണമെന്ന് പറയാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ വരും വരായികൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ, പ്രവർത്തിക്കാൻ യൂണിവേഴ്സ് പറയുന്നു. നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് വാൻഡ്സിന്റെ എനർജി റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഇവിടെ ചില വ്യക്തികൾക്ക് നിങ്ങളോട് ജലസ് ഉണ്ടെന്ന് പറയുന്നു. നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരുമ്പോൾ, ചില വ്യക്തികൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുമ്പോൾ, നിങ്ങളുടെ പ്രോഗ്രസ് കാണുമ്പോൾ, നിങ്ങളൊരു മാറ്റം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ചില വ്യക്തികൾക്ക് നിങ്ങളോട് ജലസായിട്ട് കാണിക്കുന്നുണ്ട്. ജലസി ഒരു എനർജി ആയിട്ട് കാണിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ കാണിക്കുന്നു. അത് ഈ വ്യക്തികളുടെ പ്രവൃത്തിയാണ്. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടാവാം. ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ടാവാം. അത് ഈ വ്യക്തികളുടെ ഒരു നെഗറ്റീവ് എനർജി ആയിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞുകൊണ്ട് ചെയ്യരുത് എന്ന് പറയുന്നു. ചില സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അപ്പോൾ നമ്മളുടെ പ്രോഗ്രസ് അവർ കാണുമ്പോഴാണ് അങ്ങനെയുള്ള എനർജീസ് നിങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കാണിക്കുകയാണ്, നിങ്ങളുടെ എനർജിയാണ്. അതിനെ ചിലവർ മുതലെടുക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും സെൽഫ് കോൺഫിഡൻസ് ആവശ്യമാണെന്ന് പറയുന്നു. ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ നിരുത്സാഹപ്പെടുത്താനും ആൾക്കാരുണ്ടാവാം. അപ്പോൾ നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഉയർച്ചയിൽ തടസ്സം നിൽക്കുന്ന വ്യക്തികളുണ്ട്, ശ്രദ്ധിക്കണം എന്നുള്ളൊരു വാണിംഗ് ആണ് യൂണിവേഴ്സ് തരുന്നത്. നെക്സ്റ്റ് കാർഡ് 6 ഓഫ് സോട്ട്സിൻ്റെ എനർജി റിവേഴ്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തി നിങ്ങൾക്ക് സഹായമായിട്ട് വരികയാണ്. നിങ്ങളത് സ്വീകരിക്കാൻ മടി കാണിക്കുന്നതായിട്ട് കാണിക്കുന്നത്. വേണ്ട, ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം എന്നുള്ളൊരു എനർജിയിലേക്ക് നിൽക്കുന്ന വ്യക്തികളുടെ ഒരു കാർഡാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് ഒരു ഹെൽപ്പ് വരുന്നു. അതുപോലെ തന്നെ നിങ്ങളിലേക്കുള്ള മാറ്റത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. ട്രാൻസിഷനാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റിലെ വ്യക്തിയുടെ ഓർമ്മയിൽ നിങ്ങൾ പോകുന്നു എന്ന് പറയുന്നു. നിങ്ങളിന്ന് മാറി നിൽക്കുന്ന വ്യക്തിയാവാം. പാസ്റ്റിലൊരു ബാഗേജുമായിട്ടാണ് നിങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്കൊരു ഭാരമായിട്ട് കാണിക്കുന്നുണ്ട്. അത് എന്ത് തന്നെയായാലും ഹീലിംഗ് ആവശ്യമാണ്. നെക്സ്റ്റ് കാർഡ് 5 ഓഫ് പെൻറ്റക്കിൾഡ് എനർജി റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഇവിടെ എന്താണ് ഇന്ന് സംഭവിച്ചത്? ഇന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു വേദന ഉണ്ടായിട്ടുണ്ട്. രാവിലെ തന്നെ ഒരു വേദന ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ഫീലിംഗ് ഹെൽപ്ലെസ് ആയിട്ട് കാർഡ് മീൻ ചെയ്യാണ്. ഏതൊരു കാര്യത്തിൽ വിക്ടിം ഹുഡിനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ ഇന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നു. അത് ഒരു വ്യക്തിയുടെ എനർജി ആയിട്ട് കാണിക്കുന്നത്. ആരെക്കുറിച്ചോ വളരെയേറെ വറി ചെയ്യുന്ന ഒരു എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിവിടെ ഒരു സ്റ്റക്ക് എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഒരു വ്യക്തിയെക്കുറിച്ചുള്ള എനർജി നിങ്ങളെ വളരെയേറെ അലട്ടിയിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഈ റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ ഓക്കെ ആയിട്ടുണ്ടാവാം. പക്ഷേ മോർണിംഗ് ടൈമിൽ ഉണ്ടായിട്ടുള്ളൊരു കാര്യത്തെ ഇവിടെ പറയുകയാണ്. നെക്സ്റ്റ് കാർഡ് എംബറർ എനർജി റിവേഴ്സ് ആണ്. ഇവിടെ നിങ്ങൾ കൺട്രോൾ ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ കൺട്രോൾ ചെയ്യുകയാണ്. നിങ്ങളുടെ ഫീലിങ്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവിടെ ആക്ഷൻ എടുക്കാനായിട്ട് ഒന്ന് മടി കാണിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു തടസ്സത്തെ കാണിക്കുകയാണ്. എന്താ യൂണിവേഴ്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കോൺഫിഡൻസ് ആയിട്ട് നിൽക്കാനാണ്. നമ്മൾക്ക് തടസ്സങ്ങളാണ് വരുന്നത്. ഇന്നത്തെ ദിവസം ഒരു എനർജി ഇല്ലായ്മ ഫീൽ ചെയ്തു വെച്ചിട്ട് നമുക്ക് എന്നും അങ്ങനെ വരുമോ? ഇല്ല. നാളത്തെ ദിവസത്തിനേക്കാളും പോസിറ്റീവായിട്ടായിരിക്കും കാണിക്കുക. ഇന്നത്തെ എനർജി കുറച്ച് ഡൗൺ ആയിട്ടാണ് കാണിക്കുന്നത്. യൂണിവേഴ്സ് പറയുന്നത് അമിതമായിട്ട് ചിന്തിക്കരുത് എന്നാണ്. ഒന്നിനെക്കുറിച്ചും അമിതമായിട്ടുള്ള ചിന്തകൾ വേണ്ട. അങ്ങനെയെങ്കിൽ നെഗറ്റീവ് എനർജിയാണ് നമ്മളിലേക്ക് വരിക. നമ്മൾ പോസിറ്റീവ് എനർജിയിലേക്ക് പോകുമ്പോൾ തടസ്സങ്ങൾ വരാം. പക്ഷേ
അതിനെ തരണം ചെയ്യണമെങ്കിൽ നമ്മൾ യൂണിവേഴ്സിൻ്റെ ഭാഗമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈ ഒരു ട്രാൻസിഷനിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഞാൻ അതിനെ മറികടക്കും. ഞാൻ കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുന്നേ. ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ പാസ്റ്റിൽ നേരിട്ടിട്ടുണ്ട്. അതിനേക്കാളും വലുതല്ലല്ലോ ഇനി വരാൻ പോകുന്നത്, അല്ലേ? ആ ഒരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരിക. ബോൾഡായിട്ട് തീരുമാനമെടുക്കാൻ യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു കോൾഡ് എനർജി ഇന്നത്തെ ദിവസമായിട്ട് കാണിക്കുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് കാർഡ് വന്നത് പ്രിൻസസ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. അതും റിവേഴ്സായി വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളൊന്ന് മാറിപ്പോയിട്ടുള്ളൊരു വ്യക്തിയുടെ എനർജി കാണിക്കുന്നു. അവർ ഒരു ഗോസിപ്പിനെ ഭയക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അവരിലേക്ക് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നേ, അതാണ് നിങ്ങളിലേക്ക് ചെറിയ തടസ്സമായിട്ട് കാണിക്കുന്നത്. ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഗോസിപ്പിനെ ഭയക്കുന്നു എന്ന് പറയുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആവാം. അവർ നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമായിട്ടുണ്ട്. അവർ പറയുകയാണ് ഞാൻ ഗോസിപ്പിനെ ഭയക്കാണെന്ന്. അപ്പോൾ നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള സാധ്യതയിലേക്ക് ഒരു തടസ്സം എന്ന് പറയുന്നത് അവർക്ക് ചെറിയ രീതിയിലുള്ള ഫിയർ ഉണ്ടെന്നാണ്, ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്നാണ്. അതിവിടെ ഡിസ്ഹോണസ്റ്റി ആയിട്ട് കാണിക്കുകയാണ്. ആ ഒരു കാര്യമാകാം രാവിലെ തന്നെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവുക. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ സ്വപ്നം സാധ്യമാകുമെന്നാണ് പറയുന്നത്. ഇന്നത്തെ ദിവസം മോശമായി അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം തടസ്സമായിച്ചിട്ട് നാളെ നിങ്ങളുടെ പേഴ്സൺ എത്തിയില്ല എന്ന് വരില്ല. അവരെത്തും. ഇവിടെ അവരെടുക്കുന്ന തീരുമാനത്തെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. ഇവിടെ പോസിറ്റീവായിട്ടുള്ള എനർജി, ഫാസ്റ്റ് ആയിട്ടുള്ള എനർജിയാണ് കാണിക്കുന്നത്. അവരെടുക്കുന്ന തീരുമാനത്തെ, ഇൻസ്പയർഡ് ആക്ഷനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് നിങ്ങളുടെ പേഴ്സൺ റിസ്ക് എടുത്തുകൊണ്ട് അഡ്വഞ്ചറായിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. തടസ്സങ്ങൾ ഉണ്ടാകാം. തടസ്സങ്ങളെ തരണം ചെയ്യണമെങ്കിൽ എന്താണോ നമ്മളുടെ ആഗ്രഹം, ആ ആഗ്രഹത്തെ മാനിഫെസ്റ്റ് ചെയ്യുക. സാധ്യമായി എന്ന് മാത്രമേ കരുതാൻ പാടുള്ളൂ. ഇവിടെ തുടക്കത്തിൽ കിട്ടിയിട്ടുള്ളത് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലെസ്സിങ്സ് തന്നെയാണുള്ളത്. തടസ്സങ്ങൾ മാറണം. അത് നമ്മൾ ചെയ്യേണ്ടത് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കൊണ്ടുവരാമെന്നാണ്. എന്താണോ ആഗ്രഹം, ആഗ്രഹം നേടിയെടുത്തെന്ന് മാത്രമേ കരുതാൻ പാടുള്ളൂ. തടസ്സങ്ങളെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് കാർഡ് 9 ഓഫ് പെന്റക്കിൾ എനർജി റിവേഴ്സ് ആണ്. ഇവിടെ റിലേഷൻഷിപ്പിന്റെ വാല്യൂ തിരിച്ചറിയുന്നു എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് തയ്യാറാകുന്നത്. ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞു എന്നാണ്. ഇവിടെ മെറ്റീരിയൽ അബാൻഡൻസിന്, സക്സസിന് വേണ്ടിയിട്ടാവാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിന്ന് മാറിപ്പോയിട്ടുള്ളത്. ആ ഒരു എനർജിക്ക് വന്നിട്ടുള്ള റിയലൈസേഷനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. അവർക്ക് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വരുവാനുള്ള ആഗ്രഹത്തെ കാണിക്കുകയാണ്. സാമ്പത്തിക ഉന്നതി കണ്ടുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഫിനാൻഷ്യൽ ഡിലേ ആണ് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ പണത്തിന് മാത്രം മൂല്യം കൊടുത്തു കഴിഞ്ഞാൽ ബന്ധങ്ങൾക്ക് വിള്ളൽ സംഭവിക്കുമെന്നുള്ള തിരിച്ചറിവ് അവരിൽ വന്നിട്ടുണ്ട്. അതുതന്നെയാണ് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് തയ്യാറാകുന്നു എന്ന് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തിയുടെ പോസിറ്റീവ് എനർജി അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ എനർജിയിലേക്ക് അവർ വരികയാണ്. നമ്മളുടെ പോസിറ്റീവ് എനർജി വേണം, എങ്കിൽ മാത്രമേ നമ്മുടെ പേഴ്സൺ നമ്മളിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇവിടെ റീഡിങ് കണ്ടിട്ട് എൻ്റെ പേഴ്സൺ വന്നില്ലല്ലോ എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെയല്ല, നമ്മളിലേക്ക് ഒരു വ്യക്തി വരണമെങ്കിൽ നമ്മളൊരു നെഗറ്റീവ് എനർജിയാണ്, നമ്മളെല്ലാം കൊണ്ടും ഡൗൺ ആയിട്ടിരിക്കുകയാണ്, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, നമ്മളെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര സാഡായിട്ടിരിക്കുകയാണ് എങ്കിൽ ആർക്കെങ്കിലും നമ്മളിലേക്ക് ഒരു അട്രാക്ഷൻ തോന്നുമോ? ഇല്ല. ഇവിടെ നമ്മളിലേക്ക് ഒരു അട്രാക്ഷൻ തോന്നണമെങ്കിൽ നമ്മളുടെ പ്രസൻസ് എന്ന് പറയുന്നത് അവർക്കൊരു പോസിറ്റീവ് എനർജി ആയിട്ട് മാറണം. അതെങ്ങനെയാ? നമ്മൾ സെൽഫ് ലവ് ചെയ്യുമ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കും. നമ്മൾ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഉറങ്ങുന്നു, പ്രയേഴ്സ് ചെയ്യുന്നു. അപ്പോഴാണ് നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് ഓറ ഉണ്ടാകുന്നത്. ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. ചെയ്യുന്നവരോട് ഞാൻ പറയുന്നത്, എങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ തിരിച്ചുവരവാണ്. നമ്മളവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം, പ്രപഞ്ച നിയമങ്ങൾ 12 എണ്ണം ഉണ്ട്. ആ പ്രപഞ്ച നിയമങ്ങളിൽ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ എന്തിനെയാണോ ഒത്തിരി ആകർഷിക്കുന്നത് ആ കാര്യം നമ്മളിലേക്ക് തിരിച്ചാകർഷിക്കപ്പെടുന്നു എന്നാണ്. അത് ആകർഷിക്കണമെങ്കിൽ അതിനുള്ള പവർ നമുക്ക് വേണ്ടേ? ചുമ്മാ റീഡിങ് കണ്ടതുകൊണ്ടോ നമ്മളിലേക്ക് ആ ഒരു പവർ കിട്ടുമോ? ഇല്ല. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി കൂടി യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. അങ്ങനെയെങ്കിൽ തിരിച്ചുവരവാണ് കാണിക്കുന്നത്, റിയലൈസേഷനാണ് കാണിക്കുന്നത്. അവർ ആക്ഷൻ എടുത്ത് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് ഡെത്ത് ആൻഡ് റീബർത്ത് റിവേഴ്സ് ആണ്. ഇവിടെ പാസ്റ്റിലെ എനർജി, പാസ്റ്റിലെ ഓർമ്മയാൽ നിങ്ങൾ ഇരിക്കുന്നു എന്നാണ്. എന്താണ് നിങ്ങളിരിക്കുന്നു എന്ന് പറയാൻ കാരണം,
നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. ഇവിടെ നിങ്ങളും അവർ തമ്മിലുള്ള സംസാരത്തിൽ പാസ്റ്റിലെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. ആ ഒരു കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളിലേക്ക് ഇങ്ങനെ ഓർമ്മയായിട്ട് വരികയാണ്. അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റീകണക്ട് ചെയ്യുന്നു എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുകയാണ്, വളരെയേറെ മിസ്സിങ് ഫീൽ ചെയ്യുകയാണ്. നിങ്ങളുടെ എനർജിയാണ് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളിലേക്ക് ഹോപ്പ് തന്നെയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് അവരെ ഫീൽ ചെയ്യുന്നത്? നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ കാണുന്നത്. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള ഓർമ്മകൾ ഇവിടെ കാണിക്കുമ്പോൾ അവിടെ അവരും നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. അത് തന്നെയാണ് എന്തെന്നില്ല, പാസ്റ്റിലെ കുറേ കാര്യങ്ങൾ ഇന്ന് ഓർമ്മയായിട്ട് വന്നിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവരിങ്ങനെ അവർ തെറ്റാണ്, എൻ്റെ തെറ്റാണ് എന്നവർ പറയുന്നുണ്ട്. നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് എൻ്റെ തെറ്റ് മൂലമാണെന്ന് അവർ പറയുന്നതായിട്ട് കാർഡ് പറയുകയാണ്. ഇവിടെ പാസ്റ്റിലെ കാര്യങ്ങൾ തെറ്റുകളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹീൽ ചെയ്യണം. എങ്കിൽ നമ്മളിലേക്ക് ന്യൂ ബിഗിനിങ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്. ഇവിടെ ചില വ്യക്തികൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. പാസ്റ്റിലെ വ്യക്തിയുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിലേക്ക് പോകണോ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. ഇനി അത് വേണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് നിങ്ങളെ കൺട്രോൾ ചെയ്യുകയാണെന്ന് പറയുന്നു. നിങ്ങളുടെ ഒത്തിരി ചേഞ്ച് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അല്ലേ? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയ സമയത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു, ഇപ്പോൾ എന്താണ്? ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനാണ്. നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യമൊക്കെ നിങ്ങൾ ചേസ് ചെയ്ത് പോയിരുന്നു, പിന്നീട് അത് പാടെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും നിങ്ങൾക്ക് ഒരു ചേസ് ചെയ്യണം എന്നുള്ളൊരു മനോഭാവം വന്നിട്ടുണ്ട്. അത് വേണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ചേഞ്ച് സംഭവിക്കില്ല, മാറ്റം സംഭവിക്കില്ല. നിങ്ങൾ സൈലൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. ആ ഉറച്ച വിശ്വാസമാണ് വേണ്ടത്. നമ്മളുടെ വാല്യൂ ഇല്ലാണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവർ വരില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ ആണ് അവർ തിരിച്ചറിയപ്പെടേണ്ടത്. ഒത്തിരി പേർക്ക് റീയൂണിയൻ പോസിബിൾ ആയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. പോസിബിൾ ആവാത്ത ആ വ്യക്തികളുടെ ആ ഒരു എനർജിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ അങ്ങോട്ട് ചേസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ വില അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങളോട് പറയുന്നത്, എന്താണോ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രവൃത്തിയിൽ നല്ല ശ്രദ്ധ കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രോഗ്രസ് കാണുക. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്ന വ്യക്തിയുടെ വാല്യൂ തിരിച്ചറിയപ്പെടുന്ന സമയമാണ്. അപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുക. കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകാൻ യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ എക്സ്പീരിയൻസിലൂടെ പോവാണ് എന്നാണ് പറയുന്നത്. ഒരു ബാഡ് കർമ്മ ഉണ്ട്, അത് എൻഡ് ആവണം. പൂർണ്ണമായിട്ടും എൻഡായിട്ട് നിങ്ങളിലേക്ക് അവർ വരണം. അതിന് വേണ്ടിയിട്ടൊരു സ്പേസ് കൊടുക്കുക കേട്ടോ. ഇവിടെ നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് 6 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയാണ്. റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളിലേക്ക് അബഡൻസ് വരികയാണെന്നാണ് പറയുന്നത്. ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങളിലേക്ക് വരുന്ന അബഡൻസിൻ്റെ യൂണിവേഴ്സ് കാണിച്ചു തരാണ്. അത്രയും വേണ്ടപ്പെട്ട വ്യക്തിയിൽ നിന്നുള്ള ഓവർഫ്ലോയിങ് മെറ്റീരിയൽ അബണ്ടൻസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. പെൻറ്റക്കിൾസ് ആണ്. സാമ്പത്തിക പുരോഗതി, നേട്ടത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. ഇവിടെ നിങ്ങളാണെങ്കിലോ ഹെൽപ്പ് സ്വീകരിക്കാൻ തയ്യാറല്ല എന്നുള്ള എനർജിയിൽ നിൽക്കുകയാണ്. അവരാണെങ്കിലോ നിങ്ങളെ സഹായിക്കാനായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ആ ഒരു ഹെൽപ്പിനെ നിങ്ങളോട് സ്വീകരിക്കാൻ പറയുകയാണ്. അത് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നൊരു ഗിഫ്റ്റാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ട് യൂണിവേഴ്സ് കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കാൻ തയ്യാറല്ല. യൂണിവേഴ്സ് പറയുന്നു, അർഹമായ സമയത്ത് നിങ്ങളിലേക്ക് എത്തുന്നൊരു കാര്യമാണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ആ ഒരു നേട്ടത്തിന് സമയമായി എന്നാണ് പറയുന്നത്. സ്വീകരിക്കാൻ തയ്യാറായിക്കോളൂ എന്ന് പറയുന്നു. ഇവിടെ എബഡൻസ് എവേക്കനിങ് എന്നാണ് കടുമയും ചെയ്യുന്നത്. മറ്റുള്ളവരിൽ നിന്നുള്ള സഹായം അത് യൂണിവേഴ്സ് ആയിട്ട് തരുന്നതാണ് എന്ന് പറയുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറയുന്നു. റീഡിങ്ങിന്റെ തുടക്കവും ഒടുക്കവും നിങ്ങളിലേക്ക് വരുന്ന ബ്ലെസ്സിങ്സിനെ യൂണിവേഴ്സ് കാണിച്ചു തരാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു ജീവിതവും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ തിരിച്ചു വരവും നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസിനെയും യൂണിവേഴ്സ് കാണിച്ചു തരാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മളുടെ ഓരോ പോസിറ്റീവായിട്ട് നിലനിർത്തിക്കൊണ്ട് പോവുക. നമ്മളിലേക്ക് ഒരു നെഗറ്റീവ് ചിന്ത വരികയാണ്, നമ്മൾ പ്രയറും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ നെഗറ്റീവ് കാര്യങ്ങളല്ലേ സംഭവിക്കുക. അപ്പോൾ പോസിറ്റീവ് ഓരോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് എന്ത് സാധ്യമാവുള്ളൂ കേട്ടോ. അപ്പോൾ റീഡിങ് നിർത്തുകയാണ്. നിങ്ങളിലേക്കുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം.
പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.